എല്ലാ റമദാൻ വരുമ്പോഴും വിചാരിക്കും ഈ ഇത്രയും ആളുകൾ ലക്ഷക്കണക്കിന് ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകൾ ആ ഇഫ്താറിൻ്റെ സമയത്ത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഈ റൂഹ് അഫ്സ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ചൊന്ന് പറയണം, അതേക്കുറിച്ച് പഠിക്കണമെന്ന്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ഷോപ്പിംഗ് മാളിനുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ അപ്പുറം കണ്ടെയ്നർ കണക്കിന് കൊണ്ടുവയ്ക്കേണ്ട ദിവസങ്ങളിലേക്കാണ് റമദാൻ വരുമ്പോൾ അതിൻ്റെ ആവശ്യം അത്രയും ഉണ്ടാവുകയാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചു പോകുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും പ്രിയപ്പെട്ടതായി എന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് 115 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നിട്ട്. 116 കൃത്യം പറഞ്ഞു, 1906-ലാണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയുമായിട്ടൊരു ബന്ധവും ഈ പ്രോഡക്റ്റിന് ഇല്ല എന്നാണ്. പക്ഷെ ചില ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ 1906 ഹാഫിളായിട്ടുള്ള ഖുർആൻ മനഃപ്പാഠമാക്കിയ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഡൽഹിക്കാരനാണ് ഈ റൂഹ് അഫ്സ എന്ന് പറയുന്ന ഈ ഒരു സ്ക്വാഷ് കണ്ടുപിടിച്ചത്. ഇത് അദ്ദേഹം ഈ ഡൽഹിയിലെ ചൂടറിയാമല്ലോ, ചൂട് സമയത്ത്, അത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും അതേ ചൂട് തന്നെയായിരുന്നു ഡൽഹിയിൽ. അദ്ദേഹം അവിടെ വെച്ച് എന്തെങ്കിലും ഒരു സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് ആളുകളുടെ ചൂടൊന്ന് തണുപ്പിക്കണം എന്നങ്ങനെ വളരെ ആഗ്രഹിച്ചിരുന്നതിൻ്റെ ഫലമായിട്ട് കുറേ ഫ്രൂട്ട്സ്, കുറേ വേരുകൾ, കുറേ ഇലകൾ, ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട്, കുറേ വെജിറ്റബിൾസ്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടൊരു ദ്രാവകം ഉണ്ടാക്കി. അതങ്ങ് ക്ലിക്കായി. അദ്ദേഹം 10-15 കൊല്ലം കഴിഞ്ഞ് മരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീഗം അത് മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. 1947 വിഭജനത്തിൻ്റെ സമയത്ത് ഈ അബ്ദുൽ മജീദിൻ്റെ മൂത്ത മകൻ, അദ്ദേഹം ഹക്കീം എന്ന് അറിയപ്പെട്ടിരുന്നു. ഹക്കീം എന്ന് വെച്ചാൽ ഈ വിദ്വാൻമാർക്ക് പറയുന്ന പേരല്ലേ, വൈദ്യന്മാർക്ക്, പരമ്പരാഗത വൈദ്യന്മാർക്ക് പറയുന്ന പേരാണ്. യഥാർത്ഥത്തിൽ ഇതൊരു യൂനാനി മെഡിസിൻ പോലുള്ളൊരു കാര്യമാണ്. ഇതുണ്ടാക്കിയ ഹക്കീം, കുടുംബം മുഴുവൻ ഹക്കീം എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഹമീദ്, ഞാൻ ഇന്ത്യയിൽ തന്നെ തുടരുന്നു, എങ്ങും പോകുന്നില്ല. ഈ റൂഹ് അഫ്സ, വാക്കിൻ്റെ അർത്ഥം അറിയാമോ? റൂഹ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ആത്മാവ്, നമ്മുടെ ജീവൻ, ഉയിര്. അഫ്സ എന്ന് വെച്ചാൽ അതിൻ്റെ റിഫ്രഷ്മെൻറ്റ് കൊടുക്കുന്നത്, റിഫ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ റൂഹിന് അല്ലെങ്കിൽ ആത്മാവിൻ്റെ റിഫ്രഷ്മെൻറ്റ് എന്ന അർത്ഥത്തിലിട്ട പേരാണ്, യൂനാനി മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ട പേരാണ്. മൂത്ത മകൻ ഹമീദ് പറഞ്ഞു, ഞാൻ ഡൽഹി വിട്ടു പോകുന്നില്ല, ഇന്ത്യയിൽ തന്നെ തുടരുന്നു. പക്ഷേ ഇളയ മകൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് 48 ജനുവരി ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കറാച്ചിയിലേക്ക് പോവുകയാണ്, അവിടെ പോയിട്ട് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. 5 വർഷം കൊണ്ട് അദ്ദേഹം ഇത് സെറ്റപ്പ് ചെയ്തു, പ്രൊഡക്ഷൻ നടത്തി. പാകിസ്ഥാനിലും ഇത് ലാഭകരമായ ഒരു വലിയ പ്രോഡക്റ്റാക്കി മാറ്റി. അദ്ദേഹം തന്നെ അന്ന് കിഴക്കൻ പാകിസ്ഥാനുണ്ട്, ഇന്നത്തെ ബംഗ്ലാദേശ്, അവിടെ പോയിട്ടും ഒരു ചെറിയ ഫാക്ടറി ഇട്ടു. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ 3 രാജ്യങ്ങളിലാണ് അതിൻ്റെ ഉൽപ്പാദനം. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ, ഡൽഹിയിൽ തന്നെ, പിന്നെ കറാച്ചിയിൽ, പിന്നെ ബംഗ്ലാദേശിൽ. ഈ 3 രാജ്യത്ത്. ഇനി ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. നമ്മൾ വിചാരിക്കും ഇത് UAE-യിൽ, ഗൾഫ് മേഖലയിൽ പാകിസ്ഥാനികൾ മാത്രമാണ് ഇതിങ്ങനെ കുടിച്ചു പറ്റിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അറബികൾക്കും വളരെ പ്രിയപ്പെട്ട ഒന്നായി നോമ്പ് സമയത്ത് മാറിയിരിക്കുകയാണ്. ഇതിലൂടെ കുറച്ച് പാലും ഒഴിക്കും, എന്നിട്ട് ഐസ് വിടും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സർബത്ത്. റൂഹ് അഫ്സ സർബത്ത് എന്ന് പറഞ്ഞ മെയിൻ കാര്യം അതാണ്. പിന്നെ കുൽഫിയിലും ഫലൂദയിലും ഒക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അടിസ്ഥാന വസ്തുവായിട്ട് വയ്ക്കും. ഇനി ഇതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഇതിൽ പഴവർഗ്ഗങ്ങളുടെ സത്തുണ്ടെന്ന് പറഞ്ഞു. 13 പഴങ്ങളുണ്ട്. ഓറഞ്ച്, ആപ്പിൾ, പൈനാപ്പിൾ, ഇങ്ങനെ ലെമൺ അടക്കമുള്ള പഴവർഗ്ഗങ്ങളുടെ സത്ത് 13 എണ്ണമാണ്. അതുപോലെ വേരെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രാമച്ചം ഉണ്ടല്ലോ, രാമച്ചത്തിൻ്റെ വേര് ഇതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നൊന്ന്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കൈതപ്പൂ, താമരയുടെ ആ പൂ, റോസ് ആണ് ഇതിൻ്റെ ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്ന പൂവായിട്ട് നിൽക്കുന്നത്. പിന്നെ വെജിറ്റബിളിൽ ക്യാരറ്റുണ്ട്. പിന്നെ ഇലവർഗ്ഗങ്ങൾ കുറേയുണ്ട്. നമ്മുടെ ലില്ലിപ്പൂവിൻ്റെ ഇലയുണ്ട്. നമ്മുടെ നാട്ടിലെ 10 മണിപ്പൂവില്ലേ, 10 മണിപ്പൂ എന്ന് പറയുന്ന ഇഷ്ടം പോലെ നിൽക്കുന്ന ആ 10 മണിപ്പൂവിൻ്റെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇലയുണ്ട്. പിന്നെ ഈ വൈനുണ്ടാക്കാൻ വേണ്ടി മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ചില മുന്തിരിയുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സാധനം. അതിൻ്റെ ഇല, ആ ഒരു വൈൻ ഗ്രേപ്പ് എന്ന് പറയുന്ന മുന്തിരിയുടെ ആ ചെടിയുടെ ഇലകൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ചേരുന്നതാണ് ഈ പ്രോഡക്റ്റ്. പക്ഷേ ഇതിനകത്ത് ഇന്ന് വരെയുള്ളതിൽ ആൾ പറയുന്നത് കുടിച്ചാൽ കുഴപ്പമാണോ പ്രശ്നമാണോ? നമ്മുടെ ജൂഹി ചൗള അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ഇരുന്നിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. റൂഹ് അഫ്സ ഇതൊരു പാകിസ്ഥാൻ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും വെക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഇപ്പോഴും ഇന്ത്യയിൽ സജീവമായി തുടരുന്ന, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൽപ്പാദനം തുടരുന്ന കൂട്ടത്തിൽ
ഒരു കേസ് വന്നിട്ടുണ്ട് ഈ പ്രോഡക്റ്റിന്. ബംഗ്ലാദേശിൽ നിന്നാണ് ആ കേസ്. ഈ രണ്ടാമത്തെ മകൻ പോയി ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ മകൾ ഈ അടുത്ത് പറഞ്ഞു, ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ ബംഗ്ലാദേശിലെ സാധാരണക്കാർക്ക് കൊടുക്കാൻ തൻ്റെ പിതാവ് വസിയത്ത് പോലെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. വഖഫ് ചെയ്തു എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ സ്വത്താണത്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെതല്ല എന്ന് മകൾ ഇപ്പോൾ പറയുകയാണ്. ഈ റൂഹ് അഫ്സ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ബംഗ്ലാദേശിലെ ലാഭം മുഴുവനും സാധാരണക്കാർക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. കേസ് വന്ന് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു പരസ്യത്തിലൊരുക്കം വന്നു 32 ഫ്രൂട്ട്സ് ഇതിനകത്തുണ്ട് എന്നാണ് പരസ്യം പറയുന്നത്. പക്ഷേ പിതാവ് അബ്ദുൽ മജീദ് ഹക്കിം ഹാഫിസ് അദ്ദേഹം ഇതുണ്ടാക്കിയ സമയത്ത് എത്ര ഫ്രൂട്ട്സാണോ ചേർത്തിരുന്നത്, സ്ട്രോബെറിയും ആപ്പിളും പൈനാപ്പിളും അടക്കം ആകെ 13 ഫ്രൂട്ടേ ഉള്ളൂ. ഇത് കണ്ടുപിടിച്ച ഏതോ ഒരാൾ കൊണ്ടുപോയി ബംഗ്ലാദേശ് ധാക്ക കോടതിയിൽ കേസ് കൊടുത്തു. പരിശോധിച്ചു ലാബ് റിപ്പോർട്ട്. 13 പഴങ്ങളുടെ സത്തേ ഉള്ളൂ, 32 എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നുകിൽ ഈ പരസ്യം ഇങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ 4 ലക്ഷം ടാക്ക ഫൈൻ കൊടുക്കണം, അല്ലെങ്കിൽ 3 മാസം പോയിട്ട് ജയിലിൽ കിടക്കണം. രണ്ടാമത്തെ മകൻ സെയ്ദ്, ആ കുടുംബം 4 ലക്ഷം ടാക്ക പണം പിഴ കൊടുത്തു, ആ പരസ്യം മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു റോങ് മാത്രമാണ് ഈ 116 വർഷത്തിനിടയിൽ ഈ ഒരു പ്രോഡക്റ്റിന് വന്നിരിക്കുന്നത്. ഇതിൽ പഞ്ചസാരയൊക്കെ ഉണ്ട്, ഇതിൽ ശർക്കരയുടെ അംശമുണ്ട്. അങ്ങനെ യുനാനി മെഡിസിനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സാധനങ്ങൾ ചേരാൻ പറ്റുമോ അതെല്ലാം അരച്ച് കലക്കി ചേർത്ത ഒരു സാധനമാണ്. 116 വർഷമായിട്ട് മനുഷ്യൻ്റെ ഈ ഒരു ചൂട് വരുമ്പോൾ ഉള്ളിലൊരു ആളലുണ്ട്. ഈ ആളൽ അവസാനിപ്പിക്കാൻ ഡൽഹിക്കാർ കണ്ടുപിടിച്ച, ഡൽഹിയിലെ ആൾക്കാർ വിശ്വസിച്ച ആ സാധനമാണ് റൂഹ് അഫ്സ എന്ന സോൾ റിഫ്രഷർ. ഇന്ന് ഗൾഫ് മേഖലയിൽ റമദാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പാനീയം സ്ക്വാഷ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം ഇതാണ്. അതിൻ്റെ ചരിത്രം ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളിൽ നിന്നും ട്രേഡേഴ്സിൽ നിന്നും കണ്ടുപിടിച്ചിട്ടാണ് ഇവിടെ ഒന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി. ഒരുപാട് വർഷമായിട്ട് വിചാരിക്കുകയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ട് ആളുകൾ ഇതിൻ്റെ പിന്നാലെ പായുന്നു എന്നുള്ളത്. അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അത്രയേ ഉള്ളൂ.